ഹേയ്, അസ്സലാമു അലൈക്കും. മറ്റുള്ളവരുടെ ലൈഫൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ജീവിതം എവിടെയോ സ്റ്റക്കായതുപോലെ തോന്നുന്നുണ്ടോ? മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു. അവരുടെ സോഷ്യൽ മീഡിയാസ് ആയാലും നമ്മൾ നോക്കിയാൽ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് അവർ ഷെയർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അവരുടെ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കും, നമ്മൾ അവർക്ക് വേണ്ടി ഹാപ്പിയാണ്. പക്ഷേ സ്റ്റിൽ നമ്മുടെ മനസ്സിൽ എവിടെയോ നമ്മൾ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ട് എനിക്ക് മാത്രം നല്ല കാര്യങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നില്ല? ഇങ്ങനെ ചിന്തിക്കുന്ന ചില പേരുണ്ട്. സോ അവരോടാണ് എനിക്ക് പറയാനുള്ളത്. മേ ബി നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, അള്ളാഹു എന്നെ മറന്നോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ വലിയ സന്തോഷങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തത്? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ആഗ്രഹമൊന്നും നടക്കുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ചതൊന്നും നേടിയെടുക്കാൻ പറ്റാതെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് തോന്നും നമ്മൾ ലൈഫിൽ ഒരുപാട് പിറകോട്ടാണ്, നമ്മൾ ഒരുപാട് സമയം വെറുതെ കളഞ്ഞു പോവാണ്, അല്ലെങ്കിൽ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെ എത്താൻ പോകുന്നില്ല എന്നൊക്കെ. മേ ബി നിങ്ങൾ ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ടാവും, അള്ളാഹുവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ. പക്ഷേ അതിനൊന്നും ഉത്തരം കിട്ടാത്ത ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് നമ്മളുടെ പ്രതീക്ഷകൾ, നമ്മളുടെ ഹോപ്പ്, നമ്മളുടെ വിശ്വാസം എല്ലാം ചിലപ്പോൾ പതിയെ പതിയെ കുറഞ്ഞു പോയിട്ടുണ്ടാവും. ബട്ട് നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ ആ ഒരു നിശബ്ദത, നിങ്ങളുടെ ദുആകൾക്ക് റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നതല്ല ആ ഒരു സൈലൻസ്, അവൻ്റെ ആ ഒരു ആബ്സെൻസ്, അവൻ്റെ അപ്രത്യക്ഷത അല്ല അത്. ആക്ച്വലി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദുആകളും നിങ്ങൾ അനുഭവിക്കുന്ന ഹാർഡ്ഷിപ്സും പെയിനും എല്ലാം അവൻ അറിയുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ അവന് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ചില സമയത്ത് ഈ ലവ് എന്ന് പറയുമ്പോൾ അതൊരു കാത്തിരിപ്പും കൂടെയാണ്. മേ ബി നമ്മൾക്ക് പോലും മനസ്സിലാവുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് ഇത്രയും കാത്തിരിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ദുആക്ക് ഇത്രയും ഡിലേ വരുന്നത്, എന്തുകൊണ്ടാണ് അള്ളാഹു എൻ്റെ ദുആ കേൾക്കാത്തത് എന്നുള്ളത്. ബട്ട് അള്ളാഹുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അളക്കാൻ പറ്റില്ല. ആക്ച്വലി നമ്മൾ ജീവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും വേഗം റിസൾട്ട് തരുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മളിപ്പോൾ ഒരാൾക്ക് മെസ്സേജ് അയച്ചാൽ നമുക്ക് വേഗം റിപ്ലൈ കിട്ടും, അതായത് കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഒരു തടസ്സമാവുന്നില്ല. സോ അള്ളാഹു നമ്മൾ മനുഷ്യന്മാരെ പോലെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോൾ മേ ബി നമ്മളുടെ മനസ്സിൽ വന്നു പോയിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ റോങ് ആണ്, അള്ളാഹു എൻ്റെ ദുആ ഇനി കേൾക്കില്ല എന്നൊക്കെ. അള്ളാഹു ഇറ്റേണിറ്റി, എക്കാലത്തേക്കും വേണ്ടിയിട്ടാണ് നോക്കുന്നത്. കുറച്ച് സമയത്തേക്ക് നമുക്ക് സന്തോഷം തരാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് കൂടുതൽ സമയം നമുക്ക് സന്തോഷം നിലനിർത്താൻ പറ്റുന്ന രീതിയിലാണ് അവന് നമ്മളുടെ ലൈഫ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. ആക്ച്വലി ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കമ്പാരിസൺ ആണ്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളുടെ കണ്ടീഷൻ താരതമ്യം ചെയ്യുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ അതൊരു വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ടെസ്റ്റാണ്, നമുക്ക് ഏറ്റവും വലിയൊരു പരീക്ഷണമാണ്. മറ്റുള്ളവർ അവരുടെ ലൈഫിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നു, അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ദുആ അതൊക്കെ അക്സെപ്റ്റായി അവർ നല്ല നിലയിൽ എത്തുന്നുണ്ടെന്ന് വെച്ചിട്ട് നമ്മളൊരിക്കലും നമ്മളുടെ ലൈഫിൽ പുറകോട്ടല്ല. നമ്മളുടെ സമയത്തിൽ നമ്മളുടെ റൈറ്റ് ടൈമിൽ നമുക്ക് വേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. ഓരോ ആത്മാവിനും ഓരോ ജേണിയാണ്, ഓരോ യാത്രകളാണ്. ചിലവർക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ നേരത്തെ ലഭിച്ചിട്ടുണ്ടാവും ആൻഡ് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ചില ആൾക്കാർ ഒരുപാട് കാത്തിരിക്കുന്നുണ്ടാവും അവർക്ക് കിട്ടാനുള്ളത്. അവർ ക്ഷമയോടെ അള്ളാഹുവിനെ വിശ്വസിച്ച് അവർ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് നാൾ കാത്തിരിക്കുന്നുണ്ടാവും. ആൻഡ് അവർക്ക് ഒരുപാട് കാലം നിലനിൽക്കുന്ന ലോങ് ലാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് അവരുടെ ലൈഫിൽ നേടിയെടുക്കാൻ പറ്റും. എവിടെയോ ഞാൻ വായിച്ച് കേട്ടതാണ്, വാട്ട്സ് മെൻറ്റ് ഫോർ യു വിൽ നെവർ മിസ് യു ആൻഡ് വാട്ട് മിസ്സസ് യു വാസ് നെവർ റിട്ടൺ ഫോർ യു. നമുക്ക് വിധിച്ചതാണെങ്കിൽ അതെന്തായാലും നമ്മളിലേക്ക് തന്നെ വരും, അത് നമ്മളെ മിസ് ചെയ്തിട്ട് പോവില്ല. ആൻഡ് നമ്മളെ വിട്ടു പോയതൊന്നും ഒരിക്കലും നമുക്ക് എഴുതപ്പെട്ടതല്ല. സോ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.